കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നുള്ള ഒരു ഹർജിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സംസ്ഥാന കാർഷിക ഉൽപാദന കമ്മീഷണർ ഡോക്ടർ ബി അശോക് IAS ആണ് കോടതിയെ സമീപിച്ചത്. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പദവി വഹിക്കുന്നയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് അയോഗ്യതയുണ്ടെന്നാണ് ഹർജിയിൽ പറയുന്നത്. ഹർജിയിൽ കെ ജയകുമാറിനും ദേവസ്വം സെക്രട്ടറിക്കും സർക്കാരിനും തിരുവനന്തപുരം ജില്ലാ കോടതി നോട്ടീസ് അയച്ചു. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, കെ ജയകുമാർ തൽസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല, അതിന് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ജിൽസി, നിലവിൽ ഇപ്പോൾ കെ ജയകുമാർ IMG ഡയറക്ടർ കൂടിയാണ്. അങ്ങനെ IMG ഡയറക്ടറായി ശമ്പളം പറ്റുന്ന ഒരാൾ മറ്റൊരു സർക്കാരിൻ്റെ പദവി വഹിക്കരുത് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലാ സ്പെഷ്യൽ സെഷൻസ് പ്രിൻസിപ്പൽ ജില്ലാ കോടതിയിൽ ഇങ്ങനൊരു ഹർജി വന്നത്. ഹർജി കൊടുത്തത് ആരാണ് എന്ന് കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ മറ്റൊരു കൗതുകം വ്യക്തമാകുന്നത്. ഹർജി നൽകിയത് നിലവിൽ ഇപ്പോൾ സംസ്ഥാന കാർഷിക ഉൽപാദന കമ്മീഷണറായിട്ടുള്ള ഡോക്ടർ ബി അശോക് കുമാർ IAS ആണ്. അശോക് കുമാറാണ് നിലവിൽ ഇങ്ങനെ ജയകുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തിരുവനന്തപുരം കോടതിയിൽ നൽകിയിരിക്കുന്നത്. ആ ഹർജി നിലവിൽ എന്തായാലും കോടതി പരിഗണിച്ചിട്ടുണ്ട്. ജനുവരി 15-ന് ഹാജരാകാനാണ് നിലവിൽ കെ ജയകുമാറിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ദേവസ്വം സെക്രട്ടറിക്കും ഒപ്പം സർക്കാരിനും ഇക്കാര്യത്തിൽ നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലേക്കും നോട്ടീസ് നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്കും കോടതി എത്തുകയാണ്. എന്തായാലും കെ ജയകുമാറിനെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയോഗിക്കുമ്പോൾ അത് രാഷ്ട്രീയത്തിനപ്പുറം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ പ്രവർത്തിച്ച് ചീഫ് സെക്രട്ടറിയായൊക്കെ പ്രവർത്തിച്ച ഒരാളെ തന്നെ ഏൽപ്പിച്ചാൽ കൂടുതൽ വിവാദങ്ങൾ ഒഴിവാക്കാം എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സർക്കാർ അങ്ങനെയൊരു നീക്കം CPM അങ്ങനെ ഒരു നീക്കം നടത്തിയത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ ബി അശോക് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നു. കോടതിയിൽ വിശദമായ വാദം കേൾക്കും. ഒപ്പം തന്നെ ജയകുമാറിനോട് ഈ അടുത്ത മാസം 15-ന് ഹാജരാകാനുള്ള നോട്ടീസാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ശരി.